ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ SBI ക്രെഡിറ്റ് കാർഡ് നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാൻ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ നമ്മളത് ആപ്പ് റിക്വസ്റ്റ് ത്രൂ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു NOC അല്ലെങ്കിൽ നമ്മുടെ ക്ലോസിംഗ് ലെറ്റർ നമുക്ക് SBIയുടെ സൈഡിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇങ്ങനെയാണ് SBIയുടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വരുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. നമുക്ക് ആപ്പിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ സർവീസസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ കൊടുക്കുക വേണ്ടോ, 7 ദിവസത്തിനുള്ളിൽ ക്ലോസ് ആവും. അപ്പോൾ പുതിയ RBIയുടെ റൂൾ പ്രകാരം ഇപ്പോൾ 7 ദിവസത്തിൽ ക്ലോസ് ആയില്ലെങ്കിൽ ശരിക്കും ബാങ്ക് നമുക്ക് 500 വെച്ച് ഡെയിലി തരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ റൂള് ഈ കൊല്ലം ആക്ച്വലി RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് റിക്വസ്റ്റ് ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണ് ആക്ച്വലി നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ. അപ്പോൾ പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അപ്പം തന്നെ ക്ലോസ് ചെയ്യാൻ കൊടുക്കാനുണ്ട്. എന്ന് വെച്ചാൽ അപ്പം തന്നെ ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുക്കുക കഴിഞ്ഞാൽ ഇതിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ക്ലോസിംഗ് റിക്വസ്റ്റ് അപ്പം തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ച്വലി ഒരു നെഗറ്റീവ് മാർക്കായിട്ട് ഇരിക്കും. സിബിൽ സ്കോർ ചെറുതായിട്ട് കുറയും, പക്ഷേ വലിയ കാര്യമായിട്ട് കുറയില്ല. പക്ഷേ അതൊരു നിങ്ങളെന്താ നമ്മുടെ സിബിൽ സ്കോറിൽ അത് കാണിക്കും. എന്താ പറയുക, നമ്മുടെ കാർഡിൻ്റെ നോർമലി അപ്പോൾ നമ്മളൊരു കാർഡ് എടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇയേഴ്സ് കാണിക്കും. അപ്പോൾ ഇതിൽ കാണിക്കുക അപ്പോൾ 0 months ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതൊരു നെഗറ്റീവാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ കമ്പനിക്കാർ അല്ലെങ്കിൽ ബാങ്കുകൾ കണ്ടാൽ ചിലപ്പോൾ അവർക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നു. വെച്ചാൽ നമ്മുടെ കാർഡ് എടുത്തിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്താലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചിലവ് കൂടുതലല്ല. എന്ന് വെച്ചാൽ അവർക്ക് കാർഡ് പ്രിൻറ്റ് ചെയ്യണം, അതിൻ്റെ ചിലവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 6 മാസമെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കും നല്ലത് കേട്ടോ. എന്താ സിബിൽ സ്കോറിനും അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. മിനിമം 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ പെട്ടെന്ന് ക്ലോസ് ചെയ്തെന്നുള്ള നെഗറ്റീവ് മാർക്കും വരില്ല നമ്മുടെ സിബിൽ റിപ്പോർട്ടിൽ. അപ്പോൾ ഞാൻ ഇത് ലെറ്ററിൽ എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും തുറന്ന് കാണിച്ചു തരാം. ശരിക്കും ഇത് NOC തന്നെയാണ് കേട്ടോ, ഫിസിക്കലായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് കാണിച്ചു തരാം. അടുത്ത് കാണിച്ചു തരാം. ഇതിൽ എഴുതിക്കുന്നത് ആക്ച്വലി ഇതാണ്: താങ്ക് യു ഫോർ കോൺടാക്ടിങ് SBI കാർഡ്. ദിസ് ഇസ് വിത്ത് റെഫറൻസ് യുവർ കമ്മ്യൂണിക്കേഷൻ റിഗാർഡിംഗ് യുവർ SBI കാർഡ് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ. SBI ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ക്ലോഷർ. വി വിഷ് ടു ഇൻഫോം ദാറ്റ് യുവർ SBI ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഹാസ് ഓൾറെഡി ബീൻ ക്ലോസ്ഡ് and as on date there has no due payable to us. അതാണ് NOC എന്ന് പറയുന്നത്. Kindly note that this NOC is not with regard to the charges incurred by you on the above mentioned card which has not been posted or do not reflect in your SBI credit card. ഇത് ആക്ച്വലി എനിക്ക് ഈ കാർഡ് ഫ്രീ ആയിരുന്നു. അതായത് സിംപ്ലി സേവ് എന്ന് കാർഡായിരുന്നു. പക്ഷേ സിംപ്ലി സേവ് ഒരു പൊട്ട കാർഡാണ്. ഞാൻ പറയുകയാണെങ്കിൽ സിംപ്ലി സേവ് അങ്ങനത്തെ ബേസിക് കാർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിംപ്ലി ക്ലിക്ക് എടുക്കായിരിക്കും നല്ലത്. ഞാൻ ഓൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സിംപ്ലി സേവിലോ നമുക്ക് SBIയുടെ ഓഫേഴ്സ് വരുന്ന ഒരു 90% ഓഫേഴ്സ് അതിൽ കിട്ടില്ല. അത് ഈ കാർഡ് ഇസ് നോട്ട് അപ്ലിക്കബിൾ എന്ന് വരും. അത് मै ട്രിപ്പ് ഓഫർ ആയാലും ഫ്ലിപ്കാർട്ട് ഓഫർ ആയാലും ആമസോണിൽ ഓഫർ ആയാലും മോസ്റ്റ്ലി ഒരു എല്ലാ ഓൺലൈൻ സൈറ്റിലും നിങ്ങൾക്ക് ഈ കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് കാർഡ് ഇസ് നോട്ട് എലിജിബിൾ ഫോർ ദിയർ ഓഫർ എന്നിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ക്ലോസ് ചെയ്യാൻ കാരണം. ആക്ച്വലി എനിക്കത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വരുന്ന കാർഡായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉപയോഗമില്ലാണ് നമ്മൾ വെറുതെ വെച്ചുകൊണ്ടുവന്നൊരു കാര്യമില്ല, വെറുതെ പേരിൽ നമ്മൾ കാർഡ് വെച്ചുകൊണ്ടുവന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി NOC ആണ്. ഞാൻ എന്തായാലും ഞാൻ ആ കാർഡ് നമ്പർ കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലെറ്ററാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും എൻ്റെ മുഖം മറയ്ക്കാൻ അല്ലെങ്കിൽ തന്നെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഞാനത് ആവശ്യമുള്ളവർക്കൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു ക്ലോസിംഗ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഒരു ക്ലോസ് ആയി എന്ന് പറഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഒരു കൺഫർമേഷൻ ലെറ്റർ അല്ലെങ്കിൽ NOC എന്ന് വേണമെങ്കിൽ കരുതാം. നമുക്കിത് ഓൾറെഡി മെയിലും കാര്യങ്ങളൊക്കെ വരും, അത് വേറെ കാര്യം. പക്ഷേ നമുക്ക് ഫിസിക്കലായിട്ടൊരു ലെറ്റർ ഇതുപോലെ വരും. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരുന്ന പോലെ തന്നെ ഇതുപോലത്തെ ഒരു ലെറ്റർ നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ നിങ്ങൾ ലോണായാലും ഒരു കാർഡായാലും ഒരു പേ ലെറ്റർ കാർഡായാലും എന്തായാലും ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ NOC വാങ്ങിച്ചു വയ്ക്കാൻ മറക്കരുത്. അത് ഇമെയിൽ രൂപത്തിലായാലും അത് മതി. ഇപ്പോൾ ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ മതി. എന്താ വെച്ചാൽ NOC മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നമ്മുടെ അവർക്കൊന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞൊരു ലെറ്ററാണ് NOC എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്ലൈസ് ക്ലോസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പോസ്റ്റ് പേ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ NOC അവരോട് ചോദിക്കാൻ മറക്കണ്ട. നോർമലി അവരൊക്കെ ഇമെയിൽ വഴി തരുള്ളൂ, ഇങ്ങനെ എന്താ പറയുക ഫിസിക്കലായിട്ടൊന്നും തരില്ല. അപ്പോൾ ഇമെയിൽ വഴിയെങ്കിലും ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ അതൊന്ന് കാണിക്കാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേ പേര് നമ്മുടെ ആ വീഡിയോയിൽ തന്നെ കമൻറ്റ് തന്നെ നമ്മൾ ആക്ച്വലി ഇത് കൊടുത്തിട്ടും അവർ റിപ്ലൈ ഒന്നും കാര്യമൊന്നും തരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഓൺലൈൻ ഓപ്ഷനിൽ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആക്ച്വലി ആ വീഡിയോ ആണെങ്കിൽ മുകളിൽ താഴെ ഇടാം. അതിൻ്റെ ശരിക്കും അവിടെ SBI കാർഡിൽ കയറിയിട്ട് അതിൻ്റെ മോർ സർവീസസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ക്ലോസ് കാർഡെന്ന് ഞാൻ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കൊടുത്താൽ മതിയിട്ടാണ്. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ കോൾ എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇടയിൽ ഒരു കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങളൊരു കാർഡ് സംഭവം ക്ലോസ് ചെയ്യുമ്പോൾ NOC ചോദിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് SBI കാർഡ് ക്ലോസ് ചെയ്യാൻ
നിങ്ങൾക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് ഒന്നെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ അവരുടെ കസ്റ്റമർക്കാരെ കോൾ വിളിച്ചിട്ട് പറയുകയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയി ഇതൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ SBI കാർഡ് എന്ന് പറഞ്ഞാൽ ആപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ കൊടുക്കാം, കാണാൻ മറക്കണ്ട. അപ്പോൾ എന്നാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, അതിൽ സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കാണാം.